മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസിന്റെ ഡോർ അടർന്നു വീണ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അധികൃതർ. അപകടത്തിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ ഹാജരാകാതെ മാറ്റി നിർത്തിയ വാഹനം GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ പിടികൂടിയത്. കൊപ്പത്ത് വെച്ചാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങളിൽ കുട്ടികളെ കയറ്റി അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയതിനെ തുടർന്ന് ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സീസ് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനായുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PM രവികുമാർ അറിയിച്ചു. വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇവരുടെ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഓടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായിട്ട് ഫിസിക്കലായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് ജോയിന്റ് RTO പാലക്കാട് RTO വിജീഷ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സാറിപ്പോൾ ഒന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 6 വാഹനങ്ങൾ ഇവിടെ ഹാജരാക്കുകയുണ്ടായി. ആ വാഹനത്തിലെ മെക്കാനിക്കലും ഫിസിക്കലുമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ 18-ാം തീയതി മുതൽ ജൂൺ 2-ാം തീയതി വരെ നമ്മൾ മണ്ണാർക്കാട് താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പരിശോധനയ്ക്കായി ഹാജരാക്കാൻ നമ്മൾ പലതരത്തിലുള്ള നിർദ്ദേശം എല്ലാ സ്കൂളുകളിലേക്കും താലൂക്കിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പരിശോധന അവസാനിപ്പിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അതിനുശേഷം ഏതൊക്കെ വാഹനങ്ങൾ നമ്മൾ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടില്ല, ഏതൊക്കെ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളാണ് അത് എന്നുള്ള കണക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാം തീയതി മുതൽ ഞങ്ങൾ റോഡുകളിറങ്ങി വാഹന പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് 4-ാം തീയതി ഇങ്ങനൊരു ഭീതിജനകമായൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിശോധന. തുടർന്ന് ഇത്തരം പരിശോധനകൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാർ ഉള്ള സ്കൂളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോയി പരിശോധിക്കും. അല്ലെങ്കിൽ അല്ലാത്ത അവസരത്തിൽ വിളിച്ചു വരുത്തി പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. സംഭവത്തെ തുടർന്ന് സ്കൂളിലെ മറ്റു വാഹനങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദു ചെയ്യുമെന്നും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിശോധിച്ച ശേഷം അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും MVI വ്യക്തമാക്കി. നിലവിൽ നമ്മൾ ഇപ്പോൾ ഈ വാഹനം ഓടിച്ച് പരിശോധിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇതിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. 50 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് നമുക്ക് EABകൾ ഓടിക്കാവൂ. 50 കിലോമീറ്റർ ആകുമ്പോൾ ഇതിൻ്റെ സ്പീഡ് ഗവേണർ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവണം. നിലവിൽ ഇത് 60-ന് മുകളിലാണ് ഈ വാഹനം പോകുന്നത്. അത് കുട്ടികളുടെ യാത്രയ്ക്ക് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് ഗവേണർ കൃത്യമാക്കി കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിന് സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കും. അതിന് ശേഷം മാത്രമാണ് ഇത് സർവീസ് നടത്താൻ നമ്മൾ നിലവിൽ അനുവദിക്കുന്നത്. നിലവിൽ നമുക്ക് 6 വാഹനങ്ങളാണ് അവർ ഹാജരാക്കിയിട്ടുള്ളത്. അവർക്ക് നിലവിൽ 8 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഒന്ന് ഇന്നലെ അപകടത്തിന് ശേഷം അവർ മാറ്റിയിട്ടിട്ടുണ്ട്. ഒരു വാഹനം ഇപ്പോൾ പുറത്താണ്, അവിടെ ഇല്ല. അപ്പോൾ 6 വണ്ടികളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ GPS ട്രാക്കിംഗ് കൊണ്ട് അത് പാലക്കാട് കൊപ്പത്തിനടുത്ത് ഈ വാഹനം പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ നിലവിൽ അവർ അത് ഹാജരാക്കിയിരുന്നില്ല. അവരവിടുന്ന് അപ്പോൾ അപകടം നടന്ന ഉടനെ തന്നെ ആ വാഹനം നമ്മൾ വരുന്നതിന് മുന്നേ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്നലെ അന്വേഷിച്ചപ്പോഴും അത് എവിടെയാണ് എന്ന് അവർ കൃത്യമായി നമുക്ക് വിവരം നൽകിയില്ല. തുടർന്ന് നമ്മൾ GPS പരിശോധനയിലാണ് കണ്ടെത്തിയത്. നമ്മൾ ഇന്നലെ വൈകിയത് കൊണ്ട് നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി പാലക്കാട് കണ്ടെത്തിയിട്ട് അത് മെയ് മാസത്തിൽ ഫിറ്റ്നസ് കഴിഞ്ഞതാണ്. നിലവിൽ ഫിറ്റ്നസ് ഇല്ലായിരുന്നു സർവീസ് നടത്തുമ്പോൾ. അത് നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നില്ല. അത് ആലപ്പുഴയിൽ നിന്നും അവർ വാങ്ങിക്കൊണ്ടുവന്നായതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണാർക്കാട് ഓഫീസിന്റെ ഡാറ്റാബേസിൽ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ആ വാഹനം പെട്ടിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി താലൂക്കിൽ സർവീസ് നടത്തുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിന്റെ ഡ്രൈവറുടെ ലൈസൻസ് നമ്മൾ ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ട ശേഷം അതിൽ തുടർ നടപടികൾ ഉണ്ടാവും.
CCN മണ്ണാർക്കാട്.